പീഡനത്തിനിരയായ 16-കാരി ആത്മഹത്യ ചെയ്തു. തിങ്കളാഴ്ചയാണ് +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസ്. എല്ലാവർക്കും നമസ്കാരം. ഫിലിപ്പ് മമ്പാട് ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത പരിപാടി ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അതായത് ഫിലിപ്പ് മമ്പാട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അങ്ങേര് വരെ സമ്മതിച്ച് ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടും കുറെ എണ്ണത്തിന് ഇപ്പോഴും ബോധം വീഴുന്നിട്ടില്ല. അങ്ങേര് അങ്ങനെ ചെയ്യത്തില്ല. ഇവിടെ ഒരു 16 വയസ്സായ ഒരു കുട്ടി ഒരു വ്യക്തിയെ പറ്റിയിട്ട് കള്ള ആരോപണം പറയൂ. അത് പോരാഞ്ഞിട്ട് സ്കൂളിന്റെ കൗൺസിലിങ്ങിന്റെ ഇടയിലാണ് ആ കാര്യം പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് അങ്ങേരെ തൂക്കി ചോദ്യം ചെയ്ത് അവസാനം സമ്മതിക്കുകയും ചെയ്ത് അകത്തിടുകയും ചെയ്തു. എന്നിട്ടും അങ്ങേരെ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ മൈക്ക് മോനെ വെളുപ്പിച്ചുകൊണ്ട് നടക്കുന്ന കുറെ തന്തയില്ലാത്തവന്മാര്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനി ഈ കുട്ടി ഒരു പക്ഷേ സ്വയം ജീവനെടുക്കുകയോ അല്ലെങ്കിൽ തീരുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ജസ്റ്റിസ് ഫോർ ആ കുട്ടിയുടെ പേരും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയേനെ. ഇതിപ്പോ ആ കുട്ടി തീർന്നിട്ടില്ല. ആ കുട്ടി 16 വയസ്സായ കുട്ടിയായതുകൊണ്ട് തന്നെ അവള് കള്ളം പറഞ്ഞതാവാം, അങ്ങേരെ സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴും അങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നായയുടെ ഒക്കെ മോട്ടിവേഷൻ കണ്ട് അവനെയൊക്കെ തലയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ തന്തയില്ലാത്തവന്മാര് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കാണുമ്പോൾ പുച്ഛവും വെറും പരിഹാസവും വെറും പട്ടി വിലയാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ. ഇതുപോലത്തെ ഒരു നാറി ഒരു അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയുടെ അടുത്ത് മോശമായി പെരുമാറി ആ കുട്ടിയെ മോശമായി ഉപയോഗിക്കുകയും ചെയ്തിട്ട് അവനെപ്പോലുള്ള നാറികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഇവനെയൊക്കെ തൂക്കി തീർക്കാൻ വേണ്ടി സംസാരിക്കാണ്ട് ഇവനെപ്പോലുള്ള നാറികൾ ചെയ്തതിനെ ന്യായീകരിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇത്രയും പരിതാപകര അവസ്ഥയാണ്. നാളെ ഇതുപോലുള്ള 16ഉം 14ഉം വയസ്സുള്ള നിന്റെയൊക്കെ വീടുകളിലുള്ള കുട്ടികൾക്ക് ഇതുപോലെ സംഭവിക്കുന്ന സമയത്തും നീയൊക്കെ ഇതുപോലെ തന്നെ പെരുമാറണം. അയ്യോ അവൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്തെങ്കിലും കുഴപ്പമില്ല, പോട്ടെ 16 വയസ്സല്ലേ എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ ന്യായീകരിക്കണം. 16 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു, സ്വയം ജീവൻ ഒടുക്കിയിരിക്കുന്നു. വയനാടാണ് സംഭവം നടന്നിട്ടുള്ളത്. ആ കുട്ടി സ്വയം ജീവൻ ഒടുക്കിയപ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് കാണണം. അയ്യോ എന്നാ സപ്പോർട്ടാ കൊടുക്കുന്നത്, അവന്മാരെ ശിക്ഷിക്കണം, അവനെയൊക്കെ തൂക്കി തീർക്കണം, അങ്ങനെ മാരക സപ്പോർട്ട്. അതെന്തുകൊണ്ട് ആ കുട്ടി തീർന്നു? അങ്ങനെ ആ കുട്ടിയെ മോശമായി ഉപയോഗിച്ചതിന് ശേഷം ആ കുട്ടിക്ക് മാനസികമായിട്ട് താങ്ങാൻ പറ്റാണ്ട് സ്വയം ജീവനൊടുക്കി. ഈ ഫിലിപ്പ് മമ്പാടും ഈ നാറിയ പരിപാടി ചെയ്ത് ആ കുട്ടിയും സ്വയം ജീവനൊടുക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന നായിന്റെ മക്കളടക്കം ചിലപ്പോൾ വന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ ജസ്റ്റിസ് ഫോർ ആ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഇവിടെ ഒരുത്തനും തിരിഞ്ഞു നോക്കത്തില്ല. മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇറങ്ങും ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞും കൊണ്ട് കൊടിയും പിടിച്ചുകൊണ്ട്. അല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പം ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്നവൻ പണത്തിന്റെ പിൻബലത്തിൽ അവൻ കളിക്കുന്ന പല തന്തയില്ലായ്മകളും ഇവനെപ്പോലുള്ള ഒരു നാറിയെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ആരും നല്ലവന്മാരൊന്നുമല്ല, ഞാൻ നല്ലവനൊന്നുമല്ല, ഈ ലോകം കണ്ട നന്മമരോ നല്ലവനോ ഒന്നുമല്ല, ഞാൻ വെറും കേടുകെട്ടവനാണ്. പക്ഷെ ഇവൻ കാണിച്ചിട്ടുള്ള ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ കാണിക്കത്തില്ല കേട്ടോ. അതുപോലെ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊടൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടൂല തന്നെയാണ്. പക്ഷെ ഇവനെ പോലുള്ള ഈ മുഖം മൂടി അണിഞ്ഞ ചെന്നായ്ക്കൾ ഇവനേക്കാൾ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്നാലും പറയുകയാണ്, ആ ഒരു ഭംഗി വാക്കിലാണ് അവനെ പറയുന്നത്. അത്രയ്ക്കും വൃത്തികെട്ട നാറികൾ, ഇവനെയൊക്കെ പോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന പരനാറികൾ. ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ന്യൂസ് കൊടുക്കാം. വയനാട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. കണ്ടു നോക്ക്. കണ്ടിട്ട് നിന്റെ കണ്ണാക്കിൽ വീണ്ടും പിരിവിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇരുന്ന് കാണും. അത് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ പീഡനത്തിനിരയായ 16-കാരി ആത്മഹത്യ ചെയ്തു. തിങ്കളാഴ്ചയാണ് +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധുവും അയൽവാസിയും ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. പീഡനത്തിനിരയായ വിവരം സ്കൂൾ അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, വളരെ വേദനാജനകമായ വാർത്തയാണ് റോബിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് നടപടികൾ ഉണ്ടായി, പ്രതികൾ അറസ്റ്റിലായി, ശേഷം ഇപ്പോൾ ആത്മഹത്യ എന്ന വിവരം പുറത്തു വരുന്നത്. എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അനുപേ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് വയനാട്ടിലുണ്ടായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് +1 വിദ്യാർത്ഥിയായ 16 വയസ്സുകാരിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കുറെ കൂടി ഗൗരവമുള്ള വളരെ ദാരുണമായ സംഭവത്തിന്റെ വിവരങ്ങൾ കൂടിയാണ്. അതായത് പെൺകുട്ടി പലതവണ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതാണ്. 2024-25 സമയത്തൊക്കെ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി തന്നെയാണ് സ്കൂളിൽ കൗൺസിലറോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഡോക്ടർമാരെ ഉൾപ്പെടെ കണ്ട് ചില ചികിത്സയൊക്കെ തേടുകയും മറ്റും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് സ്കൂളിൽ വിവരം പറഞ്ഞു. അങ്ങനെ സ്കൂളിലാണ് അറിഞ്ഞതിന് ശേഷമാണ് ഈ വിവരം പോലീസിലേക്ക് എത്തുന്നത്. മനസ്സിലാക്കുന്ന അനുസരിച്ച് 10-ാം തീയതി തന്നെ സ്കൂൾ അധികൃതർ ഈ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് അതിനുശേഷം ഈ
ഈ പരാതി കുട്ടി മൊഴി നൽകിയിരിക്കുന്ന രണ്ടുപേരുടെ പേരിലാണ്. മൊഴി പീഡനത്തിന്റെ കാര്യത്തിൽ വിശദാംശങ്ങൾ രണ്ടുപേരെ കുറിച്ചാണ്. ആ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ദിവസങ്ങൾക്കുള്ളിൽ ഈ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി കുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. ഈ സംഭവം പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഈ പീഡന വിവരങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അല്ലെങ്കിൽ പോലീസിന് വിവരം അറിഞ്ഞു അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ വിവരം അറിഞ്ഞു, ഇക്കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന ശേഷം പക്ഷേ ഈ കുട്ടിയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കിയിട്ടുണ്ട്. അക്കാര്യങ്ങളുടെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. 2024-2025 കാലത്താണ് ഈ കുട്ടി പീഡനത്തിനിരയായത് എന്നാണ് പോലീസ് ഉൾപ്പെടെ നൽകുന്ന വിവരം. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ്, ദാരുണമായ ഒരു സംഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായി വന്നിരിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യത്തിലുള്ളത്. ഒന്ന്, കുട്ടി വിശദമായ വിവരങ്ങൾ ഒന്ന് ഡോക്ടർക്ക് ചികിത്സ തേടിയുന്ന ഡോക്ടർക്ക് വിവരം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പിന്നാലെ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ എത്തുകയും അവിടെ ചൈൽഡ് ലൈൻ അവിടുത്തെ കൗൺസിലറോട് വിവരങ്ങളെല്ലാം വിശദമായി പറയുകയും ചെയ്തു എന്നതാണ്. 10-ാം തീയതി തന്നെ ഈ വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ സ്കൂൾ അധികൃതർ നേരെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പ്രതികളായ ഈ കുട്ടി നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചുള്ള രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അയൽവാസിയാണ്, മറ്റൊന്ന് ബന്ധുവാണ്. 2024-2025 കാലത്ത് പലതവണ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് ഇവരിൽ നിന്ന് ഈ മൊഴിയിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായി കഴിയുകയും ചെയ്യുന്ന കാര്യം. എന്തായാലും അതിനുശേഷം ഉണ്ടായ ഒരു ദാരുണമായ സംഭവം ഇത് കുട്ടിയെ സുരക്ഷിതത്വം ഉറപ്പിക്കാനായില്ല എന്നതാണ്. പ്രത്യേക പരിചരണം ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് വളരെ കുറേ ദിവസങ്ങളായി തന്നെ കുട്ടി മാനസികമായും മോശം അവസ്ഥയിലായിരുന്നു, മാനസിക തകർന്നിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടി പ്രത്യേക പരിചരണം വേണ്ടതാണ്. അത് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യമാണ് ഇനിയും അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി, വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോലീസ് നൽകുന്ന വിവരം. റോബിൻ, ഈ കാര്യം 2 വർഷത്തിൽ പലതവണ പീഡനത്തിന് ഇരയാകുന്നു. ഈ കാര്യം പിന്നീട് പുറത്ത് അറിയുന്നു, അത് പോലീസിലേക്ക് എത്തുന്നു. പോലീസ് നടപടിയും വേഗത്തിൽ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീട് കൗൺസിലിംഗ് അടക്കം നടത്തുന്നതിൽ, കുട്ടിയുടെ മാനസിക നിലയടക്കം പരിശോധിക്കുന്നതിൽ, കുട്ടിയെ ചേർത്ത് പിടിക്കുന്നതിലടക്കം എവിടെയൊക്കെ ചില വിള്ളലുകൾ വീണിട്ടുണ്ട്. പൂർണ്ണമായും ഒരു നിരാശ അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നമ്മൾ റോബിൻ എല്ലാ വാർത്തകളും പറയാറുണ്ട്. എങ്കിലും ഇതിലേക്ക് കുട്ടി പോയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഒറ്റപ്പെടലിലേക്ക് കുട്ടി എത്തിയിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അല്ലായിരുന്നെങ്കിൽ കൃത്യമായ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കാരണം അറിയാവുന്നതാണ്, നമുക്കറിയാം കുട്ടി കുറേ നാളുകളായി തന്നെ മാനസികപരമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, വലിയ വിഷമത്തിലായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അധികൃതരോട് പങ്കുവെക്കുകയും ചെയ്തതാണ്. കാര്യം പോലീസ് ഉൾപ്പെടെ അറിഞ്ഞ ശേഷവും ഈ കുട്ടിക്ക് കൃത്യമായ ആ രീതിയിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. പ്രത്യേകിച്ച് കുട്ടിയുടെ കുടുംബത്തിൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ വേർപിരിഞ്ഞ് കഴിയുന്നവരാണ്, പിതാവിനോട് കൂടിയാണ് കുട്ടി താമസിക്കുന്നത്. ആ ഒരു സാഹചര്യം കുട്ടിയുടെ കുടുംബ പശ്ചാത്തലമൊക്കെ കണക്കിലെടുത്തും ഒപ്പം തന്നെ കുട്ടി പീഡനം നേരിട്ട സാഹചര്യമൊക്കെ കണക്കിലെടുത്തും ആ കുട്ടിക്ക് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാൻ സംവിധാനങ്ങൾക്ക് ബാധ്യത ഉണ്ടായിരുന്നു. ആ ബാധ്യതയാണ് ഇവിടെ കൃത്യമായി നിറവേറ്റാതെ പോയത്. അതുകൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും രണ്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. ഒന്ന്, കുട്ടി പീഡനത്തിനിരയായി, മറ്റൊന്ന് കടുത്ത മാനസിക വിഷമത്തിലാണ് കുട്ടി കഴിഞ്ഞു പോകുന്നത്. മറ്റൊന്ന്, ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം, അച്ഛനും അമ്മയും ഒക്കെ വേർപിരിഞ്ഞ് കഴിയുന്ന കുടുംബ പശ്ചാത്തലമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളുടെ പ്രത്യേകമായ ഒരു ഇടപെടൽ ആവശ്യമായിരുന്നു, ഒരു കരുതൽ അവിടെ ആവശ്യമായിരുന്നു. ആ കരുതൽ ഉറപ്പിക്കാൻ കരുതൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ്, അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് പോലീസ് വിവരം അറിഞ്ഞതിന് ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നതാണ്. അത് എപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിലും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. 10-ാം തീയതിയാണ് സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഈ പീഡനത്തിന്റെ കാര്യം കൃത്യമായി തന്നെ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ അവിടെ നടപടി ഉണ്ടായി. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമെങ്കിലും അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ വീട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഇനിയിപ്പോൾ പുറത്തു വരേണ്ടിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും കൂടുതൽ വലിയ അന്വേഷണം ആവശ്യമായ ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടിയുടെ കേസും സ്കൂളിൽ കൗൺസിലിംഗിന്റെ ഇടയിലാണ് പുറത്തു വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഴപ്പന്മാരെടുത്താണ് ഇവിടെ ഒരു നേരത്തെ ഒരു തരിപ്പ്, ഒരു കഴപ്പ്. ഞാനൊരാണാണ്, എനിക്കും അറിയാം ഫീലിങ്സ് എന്താണെന്ന്. അത് തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാടാ തോന്നുന്നു ഓരോ പിഞ്ചു മക്കളെടുത്ത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് എങ്ങനെയാടാ പെണ്ണിന്റെ ദേഹത്ത് തൊടാൻ തോന്നുന്നു? തന്തയില്ലാത്തവന്മാര്. ഇവന്റെയൊക്കെ സാമാനങ്ങളെ കിടുങ്ങാമണി അങ്ങ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് കൊണ്ടുവരണം. ഇവനൊക്കെ ജീവിതകാലം മൊത്തം നരയിക്കണം. പക്ഷെ ഇത് കഴിവേറുത്തനാണ്. എന്തിനാടാ ഒരു നേരത്തെ തരിപ്പ് തീർക്കാനായിട്ട്? നിനക്ക് ഇത്ര കഴപ്പുണ്ടെങ്കിൽ നീക്ക് ദയവ് ചെയ്തിട്ട് പൈസ കൊടുത്തുള്ളടത്തും പോകും കേട്ടോ. ഉള്ള കാര്യം പറയാം, പൈസ കൊടുത്ത് പോകും. അതിനൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് വല്ലതൊക്കെ പോകും. അതായിരിക്കും നല്ലത്. ഹാപ്പി എൻഡിങ് ആയിട്ട് നിനക്കൊക്കെ തീർത്ത് തരും നിന്റെയൊക്കെ കഴപ്പടക്കാം. അല്ലാണ്ട് ഈ പാവപ്പെട്ട കുട്ടികളടുത്തും ഓരോ സ്ത്രീകളടുത്തും ഒക്കെ അല്ലടേ നിന്റെയൊക്കെ കഴപ്പ് തീർക്കാനുള്ളത്. തന്തയില്ലാത്ത പരിപാടിയല്ലടാ കാണിക്കുന്നത്. എന്തോന്നിട ഇവിടുത്തെ ഒരു രീതി, ഇവിടുത്തെ സിസ്റ്റം എത്രത്തോളം വീക്കാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഫിലിപ്പ് മമ്പാടിന്റെ കേസ് വന്ന് തുടർന്ന് അടുത്ത കേസ്, ഇനി വേറൊരു കേസ് ആന്ധ്രയിൽ എങ്ങാണ്ട് നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യയിലാണല്ലോ. അങ്ങനെ നിരവധി കേസുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം ഒക്കെ എങ്ങനെയാണ് ഇവിടെ ഓരോ ദിവസവും പൊക്കോണ്ടിരിക്കുന്നത്? എത്രത്തോളം വൃത്തികെട്ട ന്യൂസുകളാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെയൊക്കെ മെയിൻ റീസൺ തക്കതായ ശിക്ഷ എന്ന് പറയുന്ന സാധനം ഇവിടെ കൊടുക്കുന്നില്ല. അതേ തുടർന്ന് തന്നെയാണ് ഇതുപോലത്തെ തന്തയില്ലാത്തവന്മാർ കഴിവേർത്തനങ്ങൾ കാണിക്കുന്ന. മാക്സിമം അവിടെ കൊണ്ടിട്ട് തീറ്റി പോറ്റിയിട്ട് പുറത്തു വിടും. ഇതുകൊണ്ട് തന്നെയാണ് ഈ കഴപ്പന്മാർ വീണ്ടും വീണ്ടും കഴപ്പത്തനങ്ങൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഒരുത്തൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന ശിക്ഷ അവന്റെ കിടുങ്ങാമണി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അവനെ തൂക്കി തീർക്കുകയോ ഇങ്ങനത്തെ എന്തെങ്കിലും നിയമമായിരുന്നെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇതുപോലത്തെ കഴിവേർത്തനങ്ങൾ ഇവിടെ നടക്കത്തില്ല. ഉറപ്പാണ്, കൺഫേം ആണ്. ഇത് 100% ഞാൻ ഗ്യാരണ്ടി തരാം.
കാരണം ഗൾഫ് രാജ്യങ്ങളിലുള്ളതുപോലത്തെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ ഇതുപോലത്തെ പരിപാടി നടക്കത്തില്ല. പിന്നെ ഒരുത്തനും ചെയ്യത്തില്ല അവന്റെ അമ്മയുടെ കാലത്ത്. കാരണം ചെയ്ത് കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവന് തീരും, അവന്റെ ജീവനും തീർന്നെന്ന് ഉറപ്പാവും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കഴപ്പത്തനങ്ങൾ കാണിക്കത്തില്ല. എടീ കഴപ്പന്മാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നിനക്കൊക്കെ അത്രയ്ക്ക് മൂത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വല്ലയിടത്തും പോകും, പൈസ കൊടുത്തു പോകും. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ആ കഴപ്പങ്ങ് തീർക്ക്. അല്ലാണ്ട് എന്തിനാടാ പിഞ്ച് മക്കളുടെ നിനക്ക് എങ്ങനെയൊക്കെ തോന്നുന്നടാ? നിന്നെയൊക്കെ പോലെയുള്ള നാറുകളെടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മാതാപിതാക്കളെടുത്ത് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. മക്കൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം ഉണ്ടാക്കിയിടുക, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പിള്ളേരുടെ ജീവിതം തുലയ്ക്കരുത്. ഉള്ള കാര്യം പറയാമല്ല, നിങ്ങൾ വേർപിരിയുകയോ 4 വാക്ക് പോയി എന്തൊക്കെയോ ചെയ്യും, ആ പിള്ളേരെ നോക്കാൻ പറ്റൂലെങ്കിൽ ഉണ്ടാക്കിയിടരുത്. നിനക്കൊക്കെ ഒരു കോണം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ചുമ്മാ എന്തിനാണ് ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതവും ജീവനും ഒക്കെ ഇതുപോലെ തുലച്ച് കളയുന്നത്? ഇന്ന് പണത്തിന്റെ പിന്നാലെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഓടും. ഇതിൽ വേറെ കുറെ കോമഡി, കുറെ എണ്ണം കൊണ്ട് മറ്റേ ബാധ ഒഴിപ്പിക്കാനും പൂജാരിയുടെ ഇടയിൽ കൊണ്ടിരുത്ത്, വേറെ കുറെ എണ്ണം മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്ത്, കൗൺസിലിങ്, ഇതൊക്കെ തന്നെയാണ് കുറെ പരിപാടികൾ. മാതാപിതാക്കളുടെ പ്രസൻസ് ഇല്ലാത്ത ഒരു പരിപാടിക്കും കൊണ്ടുപോകരുത് മക്കളെ. സ്വന്തം തന്തയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. തന്തമാരെ എന്ന് വരെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ള പെൺമക്കളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്തിട്ട് മാതാപിതാക്കളുടെ പ്രസൻസ് ഇല്ലാതെ ഒരു സ്ഥലത്തും ഈ മക്കളെ കൊണ്ടുപോകരുത്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഒരുപാട് ന്യൂസുകൾ ദിനം പ്രതി കേൾക്കുന്നുണ്ട്. 2026 തുടങ്ങിയതിനു ശേഷം നല്ലൊരു വാർത്ത കേട്ട ചരിത്രമില്ല. എല്ലാം ഇതുപോലത്തെ അപരാധ ന്യൂസുകൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന പരമനാറി ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ മലയാളികൾ മുൻകൈ എടുത്ത് നിൽക്കുന്നത്. ഇവിടെ ഈ വയനാട്ടിൽ നടന്നിട്ടുള്ള സംഭവത്തിൽ ഈ പെൺകുട്ടി സ്വയം ജീവനൊടുക്കി. 16 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ, അതേ സെയിം പ്രായമാണ്. അപ്പോൾ അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ന്യൂസിന്റെ താഴെ വന്നതാണ്. കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് ഇവിടെ നമ്മളെ മലയാളികളുടെ അടുത്ത് എനിക്ക് തോന്നിയത് കേട്ടോ. ഇപ്പോൾ ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്തിട്ടാണ് അയ്യോ പാവം കഷ്ടമെന്നൊക്കെ കമന്റ് ബോക്സിൽ എല്ലാവരും പറയുന്നത്. ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതേ കമന്റ് ഓളികൾ തന്നെ പറഞ്ഞതിന് 2 വർഷമായിട്ട് പീഡനമാണെന്ന് മനസ്സിലായിരുന്നോ? സത്യമല്ലേ? അതായത് ഈ കുട്ടീന് ജീവൻ ഒടുക്കിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംസാരം ആൾക്കാർ സംസാരിച്ചത്. ഒരു അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ആ കുട്ടിയെ പ്രായം തികയാത്ത പ്രായത്തിൽ ഏവനെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഉപയോഗിച്ചെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് വന്ന് തുറന്ന് പറയുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ ഈ ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നേനെ. ഇന്ന് ആ കുട്ടി ഭൂലോകത്തില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആ കുട്ടിക്ക് സപ്പോർട്ട് കിട്ടുന്നത്. ഇതേ ഒരു സെയിം കാര്യമല്ലേ ഫിലിപ്പ് മമ്പാടിന്റെ കേസിലും സംഭവിച്ചിട്ടുള്ളത്. ആ കുട്ടി ഇന്ന് ജീവനോടെ ഉള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് സപ്പോർട്ട് കിട്ടാത്തത്. ആ കുട്ടി 2 വർഷം 3 വർഷമൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഫേസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ നാടിന്റെ അവസ്ഥ. ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി മൈൻഡ് സെറ്റാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത്. ബാക്കി വായിക്കാം. 2 പേരുടെയും കൂടെ സൂചിച്ചിട്ട് ഇപ്പോ ആണിന് മാത്രം കുറ്റം എന്നൊക്കെ ആയേനെ ഈ കമന്റ് സെക്ഷൻ മൊത്തം. സത്യം, കറക്റ്റാ. ഞാൻ അങ്ങനത്തെ കമന്റുകൾ പറയാറുണ്ട്. എവിടെയെന്നറിയാമോ? ഈ വിഭാഗ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറയുന്ന ടീംസിന്റെ ഇടയിലാണ്. അതാണ് പരസ്പര സുഖത്തോടെ ഒരു സമയത്ത് അനുഭവിച്ചിട്ട് പിന്നെ വന്നിട്ട് ആണിന്റെ നെഞ്ചത്ത് മാത്രം കുറ്റം പറയുന്നത്. അല്ലാണ്ട് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അത് ഏത് മോനായാലും അതിപ്പോ കുട്ടിയുടെ സമ്മതത്തോടെ ആണെന്ന് പറഞ്ഞാൽ കൂടി ഞാൻ അംഗീകരിക്കത്തില്ല. കാരണം അത് അണ്ടർ ഏജിലുള്ള കുട്ടിയാണ്. അതൊരിക്കലും നമുക്ക് ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അത് വിളിച്ചുകൊണ്ട് പോകുന്നവന്റെ മാത്രം കഴപ്പാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്തായാലും ആ കുട്ടി ആത്മഹത്യ ചെയ്തത് കൊണ്ട് ആ വ്യക്തിഗത കമന്റുകൾ കാണേണ്ടി വരാതെ രക്ഷപ്പെട്ടു. പാവം കുട്ടി. സത്യം, ഈ കമന്റ് വളരെ കറക്റ്റ് കമന്റാണ് കേട്ടോ. അടുത്ത്, പീഡിപ്പിക്കുന്നവനെ തൂക്കിലേറ്റുക എന്ന നിയമം കൊണ്ട് വന്നുകൂടെ? ഇത് നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. നിയമം ശരിയല്ല. സത്യമാണ്, കറക്റ്റ് കാര്യമാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥ ഒട്ടും കറക്റ്റ് അല്ല. കാരണം ഇങ്ങനത്തെ നാറിയ പരിപാടി ചെയ്യുന്നവന്മാരെ തൂക്കിക്കൊല്ലാനോ അവൻ്റെയൊക്കെ സാമാനങ്ങൾ കട്ട് ചെയ്ത് കളയാനോ ഉള്ള എന്തെങ്കിലും ഒരു നിയമം വന്നിരുന്നെങ്കിൽ ഇതുപോലത്തെ കഴിവേറത്തനങ്ങൾ ഇവിടെ നടക്കത്തില്ല. ഇത് അതുകൊണ്ടാണ് ഇവിടെ കഴിവേറത്തനങ്ങളും കഴിപ്പണം കെട്ട പരിപാടികളും ഇവിടെ നടക്കുന്നത്. തന്തയില്ലായ്മയാണ് നടക്കുന്നത്. കുറെ കാലം കൂടി കഴിയുമ്പോൾ നമ്മുടെ നാടൊക്കെ നശിച്ച് കൂട്ടിച്ചോറാവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ആ കുഞ്ഞിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ഇനി സ്കൂൾ അടയ്ക്കുന്ന സമയമാണ്. അപ്പനും അമ്മയും ജോലിക്കും മറ്റും പോകുമ്പോൾ പഠിക്കുന്ന കുട്ടികളെ വീട്ടിൽ വിട്ടിട്ട് പോകുന്നത് ഒരു സേഫ്റ്റിയും ഇല്ലാതെ. ഇനിയിപ്പോൾ മാർച്ചൊക്കെ അടക്കുമ്പോൾ സ്കൂൾ അടയ്ക്കുന്നതാണ്. കുട്ടികളെ നോക്കുക. പണമുണ്ടാക്കുന്നതിന്റെ പിന്നാലെ ഓടുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴക്കിനും അടിയുടെ ഇടയിൽ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കിട്ടാതെ, നിങ്ങളുടെ ആ ഒരു സ്നേഹം കിട്ടാതെ വഴിത്തിരിഞ്ഞു പോകുന്ന കുട്ടികൾ, അതൊക്കെ വളരെയധികം നമ്മുടെ കുട്ടികളെ ഒരുപാട് ബാധിക്കും. അവരുടെ ഫ്യൂച്ചറും പ്രസന്റും എല്ലാം ഫ്ലോപ്പാകും. ഇതുപോലുള്ള കഴുകൻ കണ്ണുകൾ കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്യും.
അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കിയിടുന്നുണ്ടെങ്കിൽ അവരത് നോക്കണം. നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കിയിടരുത്. 2 വർഷമായിട്ട് ആ കുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായിട്ട് ആ മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന്. ഒരുപക്ഷെ ആ കുട്ടി പറഞ്ഞു കാണും, സെപ്പറേഷനിലായിരുന്നു. ഈ വയനാട് കേസിലെ 2 മാതാപിതാക്കൾ സെപ്പറേഷനിലായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മയുടെ കൂടെ ആയിരിക്കും മകളുണ്ടായിരുന്നത്. ഓക്കെ, 2 വർഷമായിട്ട് ആ മകൾ അമ്മയെടുത്ത് ഇതൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു കാണും. മേ ബി അവിടെ നിന്ന് ഒരു ഇത് കിട്ടിക്കാണും. ചിലപ്പോൾ നീ മിണ്ടായി, ഇനിയിപ്പോൾ എന്നുള്ള മൈൻഡിൽ എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയില്ല. എന്തായാലും ഇന്ന് ആ കുട്ടി ഈ ഭൂമിയിലില്ല. അത് എവിടത്തെ മിസ്റ്റേക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മിസ്റ്റേക്ക്, നമ്മുടെ സമൂഹത്തിന്റെ മിസ്റ്റേക്ക്, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ മിസ്റ്റേക്ക്, ഈ എല്ലാ മിസ്റ്റേക്കും കൂടി കലർന്നതാണ് ഇന്ന് ആ കുട്ടി ഈ ഭൂലോകത്തില്ലാതെ പോയത്. കേട്ടാ, ഇതിനി ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സിസ്റ്റം ആദ്യം സ്ട്രോങ് ആവണം. നിയമം അത് സ്ട്രോങ് ആവണം. ഇതുപോലത്തെ കഴുപ്പണം കെട്ട നാറുകളെ ശിക്ഷിക്കുന്ന കടുത്ത നിയമം കൊണ്ടുവരണം. എന്തിന് അതിൽ മറിച്ച് ചിന്തിക്കാനൊന്നുമില്ല. കുട്ടികളെയോ സ്ത്രീകളെയോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൂക്കിലേറ്റുക, അല്ലെങ്കിൽ സാമാനം കെട്ടിയെറിയുക. ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്ന് നോക്ക്. ഇവിടെ പിന്നെ ഈ പരിപാടി കാണത്തില്ല. ഉള്ള കാര്യം പറയാം. ഓക്കെ, ബന്ധുവിനും അയൽവാസിക്കും പേരില്ല. അതെ, ബന്ധുവിനും അയൽവാസിക്കും പേരില്ല. വല്ല പ്രമുഖന്മാരും ആയിരിക്കും. പേരുമില്ല, അഡ്രസ്സും ഇല്ല, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. തന്തയില്ലാത്തമാരെ ഒന്നും കൊടുക്കൂല. എല്ലാ ദിവസവും ദാരുണ്യം കേട്ട് മടുത്തു. കഠിനമായ ശിക്ഷ ഇല്ലാത്തതാണ് കാരണം എന്ന് ആർക്കും ഇതുവരെ മനസ്സിലായില്ല. അതെ, കഠിനമായ ശിക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ തന്തയില്ലായ്മ നടക്കുന്നത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് തുറന്ന് പറഞ്ഞതിന് ശേഷം ആത്മഹത്യ ചെയ്തു എങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു എന്നത് തന്നെയാണ്. അതെ, കുട്ടി കൗൺസിലിങ്ങിനിടയിൽ ഈ കാര്യം തുറന്നു പറഞ്ഞു. അപ്പൊ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി മെന്റലി ഒരുപാട് ഡൗൺ ആയി മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കൊടുക്കേണ്ട കുറെ മെന്റൽ സ്റ്റെബിലിറ്റി, അതുപോലെ സംരക്ഷണവും കാര്യങ്ങളുണ്ട്. അത് ആ കുട്ടിയുടെ വീട്ടുകാർ ഫ്ലോപ്പാണ്. പ്രത്യേകിച്ച് അവർ 2 സെപ്പറേഷനിലാണെന്നും പറയുന്നുണ്ട്. മാതാപിതാക്കൾ നേരെ നോക്കിയിട്ടില്ല, കുട്ടി സെപ്പറേഷനിലുമാണ്. മീൻസ് മാതാപിതാക്കൾ സെപ്പറേഷനിലാണ്, അതുകൊണ്ട് കുട്ടി ഒറ്റപ്പെട്ടതെന്ന് സത്യം. ഓക്കെ, അതേ തുടർന്ന് ഇവിടുത്തെ സിസ്റ്റം ആ കുട്ടിക്ക് കൊടുക്കേണ്ട സംരക്ഷണം ഈ ഇവിടുത്തെ സിസ്റ്റവും കൊടുത്തിട്ടില്ല, അവിടുത്തെ വീട്ടുകാരും കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ ആ കുട്ടി മാനസികമായിട്ട് തളർന്ന് തരിപ്പണമായി പോയി. ഇനി കുറെ ജസ്റ്റിസ് ഫോർ സാധനം അടിയും തീരും. 2 ദിവസം ചർച്ച പിന്നെ ഇല്ല. ഓക്കെ, അടുത്ത് പേര് പറയാതെ ഈ പ്രതികളെ പരസ്യമായ വധശിക്ഷ നടപ്പിലാക്കി. ഇനി ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കില്ല. എന്ത് സംഭവിക്കില്ല? എല്ലാം സംഭവിക്കും. ഇവിടെ ഇങ്ങനെ തന്നെ നടക്കും. പക്ഷെ യുവമാരെ തീർത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞ് കാലക്രമേണ ഇല്ലാതെ നമ്മുടെ ദുബായ് പോലത്തെ ഒക്കെ രാജ്യങ്ങൾ അവിടെ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എന്തുകൊണ്ട്? അവിടുത്തെ നിയമം അത്രയും സ്ട്രോങ്. അവിടുത്തെ നിയമത്തിന് പേടിയുണ്ട്. ഇവിടെ പണം കൊണ്ട് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ ഏത് നായിന്റെ മോനെയും ഇവിടെ ചുളുവിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ അവിടെ അങ്ങനെ അല്ല. ഇനി ആന്ധ്രയിൽ എങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ കൊടുക്കാം. 7 വയസ്സായ ഒരു കുട്ടി. ഇതെല്ലാം നടക്കുന്നതേ അങ്ങ് ആഫ്രിക്കയിലല്ല, നമ്മുടെ രാജ്യത്താ, ഇന്ത്യ. ഇനി അതങ്ങ് ആഫ്രിക്കയിലായാലും നമുക്ക് പറയാം അത് നമ്മുടെ ലോകത്താണ്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലാണെന്ന് നമുക്ക് പറയാം. പിന്നെ ബാക്കിയുള്ള രാജ്യത്തുള്ള നിയമം പോയി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. അത് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ നിയമം സ്ട്രോങ് ആയ, ഇവിടുത്തെ സിസ്റ്റവും കുറച്ചൊന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ ക്രൈമുകൾ കുറയും. അല്ലാത്ത പക്ഷം ഇനിയും മിക്കവാറും നാളെ നിങ്ങൾക്ക് പുതിയ ന്യൂസ് കേൾക്കാം. അതാ ഇവിടെ സംഭവിക്കത്തുള്ളൂ. ഇത് എത്രയോ കാര്യങ്ങൾ, എത്രയോ ന്യൂസുകൾ നമ്മൾ ആരും അറിയാണ്ട് പോകുന്നുണ്ടായിരിക്കും. ന്യൂസിൽ വരാതെ എത്രയോ സ്ഥലങ്ങൾ ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ എത്രയോ കുട്ടികൾ ഇതുപോലെ വീർപ്പ് മുട്ടിയിരിക്കുമായിരിക്കും. സ്വന്തം ബന്ധുക്കളിൽ നിന്ന്, അയൽവാസികളിൽ നിന്നൊക്കെ ഇതേ അനുഭവം ഉണ്ടായിട്ട് ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന എത്രയോ കുട്ടികൾ കാണും. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൗൺസിലിങ്ങിന്റെ ഇടയിൽ ആ കുട്ടി പറഞ്ഞു, ഞാൻ പറയുന്നത് എല്ലാ സ്കൂളുകളിലും ആഴ്ചയിൽ ഒരിക്കൽ അത് കൗൺസിലിംഗ് തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം മൊത്തം കൗൺസിലിംഗിന് വേണ്ടിയിട്ട് വിട്ടാലും കുഴപ്പമില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരാം. കാരണം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മോശം അനുഭവം ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തൂക്കിയെടുക്കുക തന്നെ വേണം. അവർക്ക് അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ അവരെ ഒരു മെന്റൽ ട്രോമയിലോട്ട് കൊണ്ട് എത്തിക്കാണ്ട് അതിനൊരു റെമഡി കണ്ടെത്തണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. എത്രത്തോളം ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ സക്സസ് ആവും എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മുടെ നാട് നന്നാക്കണമെങ്കിൽ ആദ്യം ഭരിക്കുന്നവന്മാരെ നന്നാവണം. അല്ലാണ്ട് ഇവിടെ ഒരു തേങ്ങ നടക്കത്തില്ല. കുറേ വിവരവും വിദ്യാഭ്യാസവും ബോധമില്ലാത്തവന്മാരെല്ലാം കയറി ഭരിക്കായിരിക്കും. പിന്നെ എങ്ങനെ നന്നാവും? അമാർക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ നിയമ വ്യവസ്ഥ എല്ലാം കണക്കാം, ഒന്നിനൊന്നിന് മെച്ചം. എന്തുകൊണ്ട് ഈ ഇതുപോലത്തെ കഴുപ്പണം കെട്ട നാറികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തക്കതായ നിയമം കൊണ്ടുവരുന്നില്ല? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല.
കൂടുതലൊന്നും പറയാനില്ല. ഫിലിപ്പ് മമ്പാടിനെ പോലെയുള്ള നാറികൾ ചെയ്യുന്ന തന്തയില്ലായ്മകളെ സപ്പോർട്ട് ചെയ്യുന്ന നാറികൾ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഫിലിപ്പ് മമ്പാടിനെതിരെ വന്നേനെ. ഇപ്പം ഫിലിപ്പ് മമ്പാട് നന്മ മരം കൊള്ളാടാ തന്തയില്ലാത്തവന്മാരെ. കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.